നല്ല ക്രീമി ആയിട്ട്. അപ്പൊ കപ്പ ബിരിയാണി ചോദിച്ച കുറെ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിലെ മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ഈ ബട്ടർ ചിക്കൻ സമർപ്പിക്കുന്നു. കണ്ടോ, ഞാനിപ്പം ഒരു സമയം എന്ന് പറയുന്നത് എത്ര മണിയാണെന്നറിയാമോ? 5 മണിയായിട്ടുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി മഴക്കാറ്. ഞാൻ സ്റ്റാൻഡിൽ ഇതുണ്ട്, അതിൻ്റെ പുറകുണ്ട്, അടിപൊളി മഴക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളി മഴക്കാറാണ്. അപ്പോൾ ഞാൻ ഓർക്ക് നേരെ വീട്ടിൽ പോയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ തീർക്കും. ചിക്കൻ കറി ചോറും ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പോകുകയാണ്. ഇനി ഞാൻ സ്റ്റാൻഡിൽ നിന്നപ്പം ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ബട്ടർ ചിക്കൻ കണ്ടപ്പോൾ ഭയങ്കര കൂടി. അപ്പോൾ ഞാൻ നേരെ ചിക്കൻ മേടിച്ച് നേരെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. ശരിയുണ്ട്, ആകാശം കണ്ട നല്ല ക്ലൈമറ്റ് അല്ലേ, പൊളി ക്ലൈമറ്റ് കേട്ടോ. വീട്ടിൽ പോയി ബട്ടർ ചിക്കൻ ഉണ്ടാക്കി അതിൻ്റെ കൂടെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് മാറി കിടക്കാൻ പോകുന്നത്. സ്റ്റാൻഡിലോ വെള്ളക്കിണർ സ്റ്റാൻഡിലാണ്. കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്ന ഞാൻ ഓർത്താണെങ്കിൽ ഒരു വീഡിയോ ഒക്കെ കേൾക്കാൻ നോക്കും. നേരെ ചിക്കൻ കടയിലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നല്ല അടിപൊളി മഴക്കാറാണ്. ബാങ്ക് വിളിക്കുന്നു മേടിക്കാൻ വേണ്ടി. നീ ഓയിനെ നിന്നെ എടുക്കത്തൊന്നുമില്ല ഇനി. നിന്നെ എടുക്കുന്നില്ല, നീ ഓയിനെ പിടി. ഫ്രഷ് കോഴിയണ്ട. ചിക്കൻ മേടിച്ചിട്ടുണ്ട്. നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോഴേ നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചിക്കനൊക്കെ മേടിച്ചെന്ന് പറഞ്ഞപ്പോൾ കഴുകുവാണ് നല്ലതുപോലെ. കണ്ട യൂണിഫോറമായി തന്നെ ഞാൻ നേരത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ മേടിക്കാൻ വന്നത്. ക്ലൈമറ്റൊക്കെ എനിക്കൊരു കൊതി എന്നൊക്കെ പറഞ്ഞിട്ട് ബട്ടർ ചിക്കൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു കൊതി. ഞാൻ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ എടുത്തത് അപ്പോൾ ഒരു പൂതി. നമ്മൾ ഈ കഴുകി വെച്ച ചിക്കനകത്തോട്ട് എന്തൊക്കെയാണ് ഷെഫ് ഇടുന്നത്? ജിഞ്ചി ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി ഗാർലിക് പേസ്റ്റ് നമ്മൾ ഇച്ചിരി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വിനെഗർ, ലെമൺ ഒഴിക്കേണ്ടവർക്ക് ലെമൺ ഒഴിക്കാം. നമ്മൾ കുറച്ച് വിനെഗർ ആണ് ഒഴിക്കുന്നത്. നല്ല പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇടുന്നത്. മഞ്ഞപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി, ഇച്ചിരി പെപ്പർ പൗഡർ, ഇടുക്കി ഗോൾഡ്, മാഗി ക്യൂബ്സ്, ടേസ്റ്റ് ടു സാൾട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ച് സെറ്റ് ചെയ്ത് വെക്കണം. ഇതിനകത്തൊന്ന് പിടിക്കട്ടെ ഈ മസാലകൾ. എന്നിട്ടാണ് നമ്മുടെ ഐറ്റം. ഇത് പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കും. നല്ലതുപോലെ മസാല വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്യട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പരിപാടിയിലോട്ട് കിടക്കുകയാണ്. തീ കൊടുത്തിട്ട് നമ്മൾ ഉരുളിക്കകത്താണ് ഉണ്ടാക്കുന്നത്. ഇച്ചിരി ലാർജ് പോർഷനായിട്ട് ഉണ്ടാക്കേണ്ടതുകൊണ്ട് കണ്ട നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല, ഓയിലാണ് ഒഴിക്കുന്നത്. കാരണം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് അങ്ങോട്ട് മാറും. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു പീസ് കറുവാപ്പട്ട, അതേപോലെ തന്നെ എന്തൊക്കെയോ, പിന്നെ ഗ്രാമ്പു, ഏലക്ക, ജീരകം, ഇതെല്ലാം കൂടെ നമ്മൾ ഈ ഓയിലിനകത്തോട്ട് ഒഴിക്കുക. ജസ്റ്റ് കടുക് തക്കാളി സവാളയും കൂടെ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 സവാള, അതേപോലെ തന്നെ 2 തക്കാളി, ഒരു 2-3 പച്ചമുളക്, ഇതെല്ലാം കൂടെ നമ്മൾ അതിൻ്റെ ഒന്നിച്ചത് വഴറ്റുകയാണ്. ആ ഇട്ട ആ മസാലക്കൂട്ടിനകത്തോട്ട് ഇത് നല്ലതുപോലെ ഇനി വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിയെടുത്തിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത്. ഇത് വഴണ്ടി വരട്ടെ. അപ്പോൾ കുറച്ച് നേരമായി നമ്മൾ ഇത് വഴറ്റാൻ വെച്ചിട്ട് നമ്മൾ തുറന്നു നോക്കാം. അപ്പോൾ ഏതാണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒത്തിരി വാട്ടി കുളമാക്കരുത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുവാണ്, കുറച്ചിട്ടാണ് മതി. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ഉരുളിലേക്ക് അത് ക്രോപ്പ് ചെയ്ത് വേണം. അപ്പോൾ നമ്മളിത് ഇഞ്ചിയും ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് പച്ചമുളക് ഇട്ടിട്ട് അതൊന്നും ഒരുപാട് മുളക് വേണ്ട, കുറച്ച് മുളക് പൊടി മതി. നമ്മൾ മുളക് പൊടി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ ബട്ടർ ഇടുവാണ് നമ്മൾ. ബട്ടറാണ് നമ്മുടെ കയ്യിൽ ബട്ടർ. ബട്ടർ. അപ്പോൾ ബട്ടറും കൂടി ഇട്ടിട്ട് നമ്മളിത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിനകത്ത് ചില ആൾക്കാർ കാഷ്യൂനട്ട്, അതേപോലെ തന്നെ ബദാം, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട്
പലതും ചെയ്യും. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മളതിൽ ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ. അപ്പം നമ്മൾ ബട്ടറൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. എന്തായാലും ഇത് തിളച്ചിട്ട് വെക്കാൻ നമുക്ക് മൂടി വെക്കാം. അപ്പോൾ ഇതേ നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ച ആ ബട്ടറൊക്കെ ഒഴിച്ച സവാള കൂട്ട് തിളച്ച് പൊളിയായിട്ടില്ല. നമ്മൾ ഓഫ് ചെയ്യണം, മാറാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകണം. ചിക്കൻ ഫ്രൈ നമ്മളൊരു അരമണിക്കൂറായിട്ട് സെറ്റ് ആയിട്ട് അരമണിക്കൂറിന് മേളിലായിരുന്നു. ശരിക്കും കൊണ്ട് ഡ്രൈ ആകുന്നില്ല, ഒരു ഒന്ന് പൊള്ളിച്ചതുപോലെ എടുത്തിട്ട് നമ്മൾ ബട്ടറിനകത്ത് ഇട്ട് ഇളക്കി ചോറുമായിട്ട് അങ്ങോട്ട് കഴിക്കും. എല്ലാവരും വിചാരിക്കും ചോറുമായിട്ടാണ് കഴിക്കുന്നത്. അതെ, നമ്മൾ ചോറുമായിട്ടാണ് കഴിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലോ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ, കസൂരി മേത്തി മൂത്തിട്ടുണ്ട്. മൂത്ത എണ്ണയാണ്. അപ്പോൾ എന്തായാലും ഫ്രൈ ചെയ്തിട്ട് കാണിച്ചില്ല. അപ്പോൾ നമ്മളിത് ആറാനായിട്ട് വെച്ചിട്ടുണ്ട്. ആറിയിട്ട് വേണം മിക്സിയിൽ ഇട്ടടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവസ്ഥ നോക്കാം. ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെറിയ വെള്ളമൊക്കെ ഇറങ്ങും. ചിക്കൻ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പൊരിക്കാൻ വെച്ച ചിക്കൻ എടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടായിരുന്നു, സമയമില്ലാത്തതുകൊണ്ടാണ് കാണിക്കാതെ. ഇവിടെ നമുക്ക് ഇടാനുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ രണ്ടാമത്തെ ചിക്കൻ ഫ്രൈ സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു ബേസാണ്. ഈ ഒരു കൂട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇതിനകത്തോട്ട് അപ്പോൾ നമ്മൾ ആ മറ്റേ മിക്സിക്കകത്തിട്ടൊന്ന് അടിക്കുകയാണ്. മിക്സിക്കകത്തിട്ട് അടിക്കുക. അപ്പോൾ നല്ലതുപോലെ മിക്സിയിൽ അരഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. മിക്സിയിൽ നല്ലതുപോലെ നമ്മളിത് എൻ്റെ പൊന്നളിയ അടിപൊളി മണം. നല്ല ഗ്രാമ്പിൻ്റെയും കറുവാൻ്റെയും. അതിൽ അടിച്ചത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പ് കത്തിച്ചിട്ട് ഉരുളി വെക്കും. ഉരുളി വെച്ചിട്ട് നമ്മളടുത്ത് ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ആ ബട്ടർ, നമ്മൾ ആ ഉരുളിക്കകത്തോട്ട് കുറച്ച് ബട്ടർ ഇടുകയാണ്. കുറച്ച് മതി, ഇത്രയും ബട്ടർ മതി. അപ്പോൾ ബട്ടറൊന്ന് നമ്മളിത് ഇങ്ങനെ അതിനകത്തോട്ട് കറക്കി കൊടുക്കണം, മെൽറ്റാക്കി കൊടുക്കണം. അപ്പോൾ അതേ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരപ്പിനകത്തോട്ട് ഈ ബട്ടറിനകത്തോട്ട് നമ്മൾ അരപ്പൊഴിക്കണം. അപ്പോൾ അതായത് നമ്മൾ ഇത് തിള വന്നിട്ടില്ല, വെയിറ്റ് ചെയ്യുവാണ്. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിള വരാനായിട്ട്. അപ്പം നമ്മുടെ ബട്ടർ ആ ഗ്രേവി തിളച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ ചേർക്കാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ ആ മിക്സ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കസ്തൂരി മേത്തി. ഇങ്ങനെ ക്രഷ് ചെയ്തിടുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത് മെയിൻ ആയിട്ടുള്ള ചിക്കൻ നമ്മൾ ഇടുകയാണ് ഗൈസ്. പറക്കി ഇടും. ആയിട്ടുള്ളൂ പറക്കി സെറ്റ് കൈ ഒരു കുമ്മൾ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് മകനേ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിന് ഇച്ചിരി കിടന്ന് തിളക്കണം. നമുക്ക് മെയിൻ ആയിട്ട് ഇനി ചേർക്കാനുണ്ട് ഇതിനകത്ത് ഇതൊക്കെ പിടിക്കണമല്ലോ. പിടിക്കട്ടെ, ഗ്രേവിയിലേക്കൊക്കെ ഈ ചിക്കൻ്റെ ഫ്ലേവർ ഇറങ്ങട്ടെ. അപ്പൊ നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ ഷിയാനെ കുറിച്ച് എന്താ അഭിപ്രായം? അവസാനമായിട്ട് നമ്മൾ മേമ്പൊടിക്കായിട്ടൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. ഇടാൻ പറഞ്ഞു പോയില്ലല്ലോ. ലാസ്റ്റാണ്. അപ്പൊ നമ്മളത് തുറന്നു നോക്കാൻ പോവുകയാണ്. ക്രീമൊക്കെ ഒഴിച്ച് സെറ്റ് ആക്കിയത് കണ്ട
ആ ചിക്കനൊക്കെ ആ ഗ്രേവിക്കകത്ത് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ മെയിൻ സാധനം ചേർത്തിട്ടില്ല. സ്നേഹം ഒഴിക്കാൻ പോകുന്നുണ്ട് അതിനകത്ത്. മിൽക്കി മിസ്റ്റിന്റെ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. അതിന്റെ ക്രീമൊക്കെ വെച്ചാൽ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ക്രീമൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ഇതൊരു സെർവ് ചെയ്യുന്ന അപ്പൊ കപ്പ ബിരിയാണി ചോദിച്ചാൽ കുറെ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിലെ മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ഈ ബട്ടർ ചിക്കൻ സമർപ്പിക്കുന്നു. കണ്ടോ? അപ്പൊ ഇതേ നമ്മൾ ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ട് ജച്ചാനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകുന്നു. ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ബട്ടർ ചിക്കന്റെ കൂടെ തന്നെ നമ്മൾ ബട്ടർ ചിക്കൻ്റെ കൂടെ തന്നെ ക്യാബേജ് തോരനുണ്ട്, ഉള്ളി മുളക്, അപ്പം നമ്മളിത് ബട്ടർ ചിക്കൻ വിളമ്പാൻ പോകുന്നു. നല്ല ക്രീമി ആയിട്ട് സാധനം ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. സാധനമൊക്കെ ലാവിഷാണ്. ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ചൂടുണ്ട്. കഴിച്ചോളൂ. എന്ത് ക്രീമിയാടാ. ഒരു പീസ് നമ്മള് ചിക്കനൊക്കെ എടുത്ത് ചിക്കനൊക്കെ നല്ല കുക്കായിട്ടുണ്ട് കേട്ടോ. നല്ല ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പിടി എടുത്തിട്ട് തിന്ന എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. ബട്ടർ ചിക്കൻ കണക്ക് തന്നെ ഉണ്ടോ? എൻ്റെ പൊന്നു ചെയ്യാ ഒന്നും പറയാനില്ല. എന്തൊരു ടേസ്റ്റാന്ന് പറയാം. നല്ല ക്രീമി ആയിട്ടിരിക്കുന്നു. ക്രീമി ബട്ടറിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ട്. എൻ്റെ പൊന്നളിയാ ഒരു രക്ഷയില്ലടാ. ചോറുമായിട്ട് പറയാനില്ല. എല്ലാവരും പറയും ചിലപ്പോൾ ചോറുമായിട്ടാണ് ഇത് കഴിക്കുന്നത്. നമുക്ക് ചോറുമായിട്ട് കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ പലരും പല അഭിപ്രായങ്ങളാണല്ലോ. ചിലപ്പം പൊറോട്ട ആയിട്ട് കഴിക്കും, ഞാനായിട്ട് കഴിക്കും. നീ ഇങ്ങോട്ടൊന്ന് വന്നേ, ഒരു പിടി നിന്ന് നോക്കിയേ. കഴിക്കേ, നീ വാ കഴിച്ചോന്നു. നീ കഴിക്കും, നീ കഴിക്കുന്നതാണെന്നാണെന്നാണ് എനിക്കിഷ്ടം. കഴിക്കേ. എങ്ങനെയുണ്ട്? ബട്ടർ ചിക്കൻ ഒരു പിടി പിടിച്ചിട്ട് പറഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന്. അളിയൻ്റെ അഭിപ്രായം ബട്ടർ ചിക്കൻ എങ്ങനെയുണ്ടെന്ന്. ചൂടുണ്ടോ? എങ്ങനെയുണ്ട്? ബട്ടർ ചിക്കൻ കണക്ക് തന്നെ ഉണ്ടോ? അതിലും പൊളി ആണോ? അടിപൊളി സാധനം. അപ്പൊ അളിയൻ്റെ അഭിപ്രായം കണ്ട നമുക്ക് അടിപൊളിയല്ലേ? ഇവിടെ വേറൊരാള് ഇങ്ങനെയുണ്ട്. കഴിക്ക് എടുത്ത് കഴിക്ക്. അടിപൊളിയാണോ? സൂപ്പറാണോ? അപ്പോൾ ദേ നമ്മുടെ ബട്ടർ ചിക്കനും ഗ്രേവിയും ദേ കൊടുക്കുവാണ് നമ്മുടെ ഷെഫ് ഷിഹാബിന് കൊടുക്കുവാണ്. എങ്ങനെയുണ്ട് പിന്നെ? ഞാൻ തന്നെയാണോ ഉണ്ടാക്കിയത്? രക്ഷയില്ല. അടിപൊളി. ഇങ്ങനത്തെ ഇത്രയും ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറി കഴിച്ചിട്ടില്ല. വേറെ ലെവല്. എല്ലാ സാധനങ്ങളും നമ്മൾ ചേർക്കേണ്ട എല്ലാം ചേർത്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടിയത്. അപ്പോൾ ദേ ഞാനൊരു ഇച്ചിരി കഴിക്കട്ടെ. ഒരു പീസ് ചിക്കനൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ചോറിനകത്തോട്ട് വെച്ചിട്ട് വേറെ ലെവല്. നല്ല ഉരുളിയാക്കി കൊടുക്കുകയാണ്. എല്ലായിടത്തും ബട്ടറാണല്ലോ. ബട്ടർ പറ്റിയിരിക്കുന്നു ഗൈസ്. അപ്പം നമ്മളിത് കഴിച്ചിട്ട് വരാം എന്തായാലും അല്ലേ. അപ്പം നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വെറുതെ വലിച്ചു നീട്ടി വെറുപ്പിക്കുന്നില്ല. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. അടിപൊളി സാധനമല്ലായിരുന്നു? അടിപൊളി കപ്പ ബിരിയാണി മഴയത്ത് ഉണ്ടാക്കി. അപ്പോൾ ഇപ്പം നമ്മൾ ഇന്ന് മഴ കണ്ടപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കി. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ വെറൈറ്റി ഐറ്റംസൊക്കെ ഇനി ഉണ്ടാക്കും. നിങ്ങളെ മുന്നിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചാലേ നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.